3 കോടി വോട്ടാണ് കൂടിയിട്ടുള്ളത്, 3 ലക്ഷം അല്ല. കാരണം അവിടെ ആകെ വോട്ട് 7 കോടി 42 ലക്ഷമാണെങ്കിൽ അതിൻ്റെ 66.9% പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 3 കോടി വോട്ട് അവിടെ നിന്ന് വന്നു. 3 ലക്ഷം അല്ല, 3 കോടി വോട്ട്. ദീപാങ്കർ അത് ശ്രദ്ധിച്ചിട്ടില്ല. 3 കോടി വോട്ടാണ് കൂടിയത്, പോൾ ചെയ്തത്. ചെറിയ കാര്യമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 1ാം ഘട്ടം പോളിംഗ് കഴിഞ്ഞു. 1ാം ഘട്ടം അത്യാവശ്യം നല്ല പോളിംഗ് ആയിരുന്നു. 2ാം ഘട്ട പോളിംഗ് ആകുമ്പോൾ പോൾ പെർസെൻറ്റേജ് കൂടുകയാണ്. സ്ത്രീകൾ ധാരാളമായി ഇന്ന് വോട്ട് ചെയ്യുന്നു. അത് സത്യമായിരിക്കും. നമ്മൾ തന്നെ പോകുമ്പോൾ കണ്ടതാണ്, സ്ത്രീകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത് കണ്ടാണ്. ഓക്കെ, മുമ്പത്തേക്കാൾ 10% പോളിംഗ് കൂടുകയാണ് എന്നൊരു സൂചന ആർക്ക് കിട്ടിയിട്ടുണ്ട്? BJP കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ മനസ്സിലാക്കണം. 10% പോളിംഗ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊരു പോളിംഗ് ബിഹേവിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുൻപത്തേക്കാൾ പോൾ പെർസെൻറ്റേജ് വലിയ തോതിൽ കൂടുകയാണ്. 10% എന്ന് പറഞ്ഞാൽ വലിയ കൂടലാണ്. കൂടിക്കഴിഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസിയാണ്. അല്ലാതെ സർക്കാർ 10,000 രൂപ തന്നു, എന്നാൽ സർക്കാരിന് ഞങ്ങൾ ഇന്ന് പോയി വോട്ട് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് 10% ആൾക്കാരും സ്ത്രീകളും ഇറങ്ങി വോട്ട് ചെയ്യുകയല്ല. 10% പോൾ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. അത് ആൻറ്റി ഇൻകംബൻസി തന്നെയാണ്. എല്ലായിടത്തും അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അതല്ലാതെ സർക്കാർ ഞങ്ങൾക്ക് 10,000 രൂപ തന്നല്ലോ എന്നാൽ വോട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അതുവരെ വോട്ട് ചെയ്യാത്ത ആൾക്കാരൊന്നും വോട്ട് ചെയ്യുന്നത് നല്ലത്. ഇനി നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുക. JDU നിതീഷ് കുമാർ 10,000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ബീസ് കൊടുത്തു. ഗുജറാത്തിലും രാജസ്ഥാനിലും ചെന്നൈയിലും കേരളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ബീഹാറുകൾ അദ്ദേഹം പൈസ തന്നല്ലോ, പോയി ഈ തവണ ഒന്ന് പോയി വോട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തോടെ ഒന്ന് വോട്ട് ചെയ്താണോ? അല്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ പോയെന്ന് കേട്ടായിരുന്നു. ഏതൊക്കെ സംസ്ഥാനത്ത് സ്പെഷ്യൽ ട്രെയിൻ പോയി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആർക്ക് പറ്റും? കോൺഗ്രസിന് പറ്റുമോ? ആർക്കും പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, കൗണ്ടിങ് സ്റ്റേഷനിൽ നിന്ന് ട്രക്ക് കണ്ടെത്തുന്നു, ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു, വന്നിട്ട് ഇതിലൊന്നുമില്ല, പെട്ടി തുറന്നു കാണിക്കുന്നു. അതിലൊന്നുമില്ല ഉണ്ടോ എന്നുള്ളതല്ല, അത് എന്തിനു വന്നു എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. ആ പെട്ടിയിൽ എന്തായിരുന്നു, അത് എവിടെ ഇറക്കി എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. അതിന് മറുപടി ഉണ്ടായിട്ടുണ്ടോ? കൗണ്ടിങ് സ്റ്റേഷനിലുള്ള മാത്രം സ്ട്രോങ് റൂമുകളിലെ മാത്രം CCTV കണ്ണടച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തേജസ്വി യാദവ് ഇന്നലെ പുറത്തുവിട്ടായിരുന്നു. അതെന്തിനു കണ്ണടച്ചു എന്നതിന് മറുപടി ഉണ്ടോ? അപ്പോൾ നമുക്ക് എളുപ്പമാണ്. കോൺഗ്രസ് മോശമാണ്, അവർക്ക് സംഘടനാ സംവിധാനം മോശമാണ്. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും സംഘടനാ സംവിധാനത്തിന് മോശമാണ്. സംഘടനാ സംവിധാനമുള്ള, ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, CPM-ന് തൃശ്ശൂരിലെ വോട്ട് ചോരി തടയാൻ സാധിച്ചിട്ടില്ല. വോട്ട് ചോരി നടന്നു എന്ന് തന്നെ അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ പോലും സമ്മതിക്കുന്നില്ല പൂർണ്ണമായിട്ടും. അപ്പോൾ CPI ആണ് അത് ആരോപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കാണേണ്ടത്, ഇന്ന് ഈ നടക്കുന്നത് ഒരു കോർപ്പറേറ്റ് സംവിധാനമുള്ള പാർട്ടി അവരുടെ കണക്കില്ലാത്ത സ്വത്തും മറ്റ് സംവിധാനങ്ങളും വെച്ച് അവർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതാണ്.